ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചനം തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാം തിരുവചനം. എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ക്രൈസ്തവൻ ശക്തി സ്വീകരിക്കേണ്ടത് എവിടെ നിന്നാണെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. അത് ഭൗതിക സൗകര്യങ്ങളിൽ നിന്നല്ല, സമ്പത്തിൽ നിന്നല്ല, കഴിവുകളിൽ നിന്നല്ല, ശാരീരികമായ ആരോഗ്യത്തിൽ നിന്നല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്നാകണം എന്ന് വചനം ശക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കേണ്ടത്? കൃപാവരത്തിൽ നിന്നൊഴുകുന്ന ശക്തി മാത്രമേ ശാശ്വതമായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയുള്ളൂ. ക്രിസ്തുവിന് വേണ്ടി ധീരമായി പോരാടിയ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചതുകൊണ്ടാണ് സെബസ്ത്യാനോസിന് ധീരമായി കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ സാധിച്ചത്, കർത്താവിന് വേണ്ടി മരണം പോലും കൈവരിക്കുവാൻ സാധിച്ചത്. കൃപാവരത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ശക്തി മാത്രമേ ശാശ്വതമായി നിലനിൽക്കുകയുള്ളൂ. ഈശോ സഹായിക്കട്ടെ.